കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് തസ്തികയിലേക്കുള്ള പരീക്ഷ രാവിലെ 10:30 AM മുതൽ 12:20 PM വരെയായിരുന്നു പരീക്ഷ. അപ്പോൾ ഇന്ന് 25/4/2026 അക്കൗണ്ടന്റ് പരീക്ഷ, ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ഫോണിൽ വിളിക്കുകയായി. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് പരീക്ഷ എല്ലാം തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് വിശദമായിട്ട് പല ഉദ്യോഗാർത്ഥികളും ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ അവരെല്ലാവരും അതിനെ സംബന്ധിച്ച് ഒരു വിശദമായിട്ടുള്ള ക്ലാസ് ചെയ്യാമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു തസ്തികയാണ് അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. ധാരാളം ഉദ്യോഗാർത്ഥികൾ ഓരോ കാറ്റഗറി നമ്പറിലും ധാരാളം ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ച ഒരു തസ്തികയാണ്. അതായത് 363/2025 71,692 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. 364/2025 69,436 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. 422/2025 1003 പേരും 751/2025 2262 പേരുമാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എന്നാൽ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് 65% ഉദ്യോഗാർത്ഥികളാണ് ഹാജരായത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുന്നതേ ഉള്ളൂ, എങ്കിലും ഏകദേശ കണക്കാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു തസ്തിക ആയതുകൊണ്ട് തന്നെ ധാരാളം ഒഴിവുകൾ, ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. നിലവിലെ ഒഴിവുകൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെടാത്ത ഒരു തസ്തികയായിട്ടാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നെങ്കിലും ഒഴിവുകളുടെ എണ്ണം കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ധാരാളം ഒഴിവുകൾ ഉണ്ടാകുമെന്ന് പല ഉദ്യോഗാർത്ഥികളും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തസ്തികയാണ് ഈ അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടന്റിന്റെ സിലബസ് എല്ലാം തന്നെ സാധാരണഗതിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ വന്ന ഒരു സിലബസ് ആയതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ പരീക്ഷയെ കണ്ടു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ പരീക്ഷയ്ക്കുണ്ട്. കാര്യമായിട്ടുള്ള പഠനങ്ങളൊന്നും ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കാരണം സിലബസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ് തന്നെയാണ്. അതുകൊണ്ട് ഒരു പരീക്ഷയെ സംബന്ധിച്ചുള്ള ഒരു സീരിയസ്നെസ് ഈ അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് ഉദ്യോഗാർത്ഥികൾ കാണിച്ചില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടി പല ഉദ്യോഗാർത്ഥികളും എന്നോട് അങ്ങനെ പറഞ്ഞു. സാറേ, സാധാരണ നമ്മൾ പിന്തുടരുന്ന സിലബസ് ആയതുകൊണ്ട് തന്നെ ആ രീതിക്കുള്ള ചോദ്യങ്ങളല്ലേ വരുള്ളൂ, ഒത്തിരി കാലമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് കൂടുതൽ സമയം അതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചില്ല. കാരണം ഡിഗ്രി പ്രിലിമിനറിയും അതുപോലെ തന്നെ 10th പ്രിലിമിനറി ഒക്കെ വരുന്ന സാഹചര്യത്തിൽ അതിനു വേണ്ടിയിട്ട് സമയം കൂടുതൽ ചെലവഴിച്ച കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രിലിമിനറി എക്സാമിന് മറ്റു പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുകയും എന്നാൽ വളരെ എളുപ്പത്തിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കാമായിരുന്നിട്ട് പോലും സിലബസിൽ ഉണ്ടായിരുന്ന സിലബസ് മാറ്റം വന്നിട്ടില്ല എന്നുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ ഉദ്യോഗാർത്ഥികൾ തയ്യാറായില്ലാത്തതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷ പ്രയാസമുള്ളതായിട്ടാണ് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം രേഖപ്പെടുത്തിയത്. അപ്പോൾ നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികളും വളരെ ഈസി ആയിട്ട് മാർക്ക് കരസ്ഥമാക്കാമെന്ന് കരുതിയ പല ഉദ്യോഗാർത്ഥികൾക്കും അത് തെറ്റായ ഒരു ധാരണയായി പോയി എന്ന് പല ഉദ്യോഗാർത്ഥികളും എന്നോട് വളരെ വിഷമത്തോടു കൂടി സംസാരിച്ച ഒരു സാഹചര്യം കൂടി ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയ ക്ലാസ്സുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകളിൽ നിന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന പ്രത്യേകതയും ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ JKR അക്കാഡമി വഴി, നിങ്ങൾക്കറിയാം, നമ്മുടെ ക്ലാസ് കാണുന്ന പല ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളിടുന്ന ക്ലാസ്സുകളിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഈശ്വരാനുഗ്രഹമാണ്. നമ്മൾ ഒരു ദൈവത്തിന്റെ അനുഗ്രഹം പോലെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് നമ്മൾ എപ്പോഴും ക്ലാസ്സുകൾ തയ്യാറാക്കുകയും അതിനു വേണ്ടിയിട്ട് റാങ്ക് ഫയലൊക്കെ തയ്യാറാക്കി നൽകുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് അത് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് പല ഉദ്യോഗാർത്ഥികളും ഒരു മീഡിയം ലെവലിലുള്ള, മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു മീഡിയം ലെവലിലുള്ള പരീക്ഷയായിട്ടാണ് പൊതുവെ പരീക്ഷയെ വിലയിരുത്താൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ പരീക്ഷയെ സംബന്ധിച്ച് ഇതിന്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് എങ്ങനെയാകും എന്നതിനെ കുറിച്ച് പല ഉദ്യോഗാർത്ഥികളും എത്രയാ വരും എന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചു. അപ്പോൾ 55-ന് മുകളിൽ കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത.
എന്നുള്ളതാണ് പല ഉദ്യോഗാർത്ഥികളുടെയും അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് പല ഉദ്യോഗാർത്ഥികളും എന്താണ് സാറേ ഷോർട്ട് ലിസ്റ്റ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ള. കാരണം നടപടികളൊക്കെ തന്നെ പെട്ടെന്ന് പൂർത്തിയാക്കുകയും ഷോർട്ട് ലിസ്റ്റ് ഏകദേശം ഒരു 120 ദിവസങ്ങളിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യവുമാണ് നിലവിൽ കാണുന്നത്. അതിന് ആ ഒരു നടപടിക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞ ധാരാളം അഭിപ്രായങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ തയ്യാറാക്കിയത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ നമ്മളോട് വിളിച്ചു പറയുകയുണ്ട്. അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച ഒരു വിലയിരുത്തൽ നടത്തുകയും കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച ഒരു വിലയിരുത്തലൊക്കെ നടത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് വളരെയധികം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.